ചായ ഉണ്ടാക്കണ തരൂ. എനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ചായ ഉണ്ടാക്കുന്നില്ല തോന്നുന്നു. ആണല്ല, പിന്നെ ചോദിക്കാൻ നിൽക്കുന്ന എന്തിനാ? ചാരിനോട് സംസാരിക്കുമ്പോ ഭയങ്കര രസാ. എന്നാ കേട്ടോ, എനിക്കങ്ങനെ അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് പക്ഷെ അധികം സംസാരിക്കുന്നതാ ഇഷ്ടം. മാറിന്ന് ഈ കിച്ചൺ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് എന്നെ മുട്ടി നിൽക്കാൻ പറ്റണുള്ള. മുട്ടി നിൽക്കുമ്പോഴേ എനിക്ക് ഇഷ്ടം. എന്ത് കൂടുതലാണ് ഇഷ്ടപ്പെടല്ലേ? എനിക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്താ ഇഷ്ടം? എനിക്കൊന്നും ഇഷ്ടമല്ല. അങ്ങ് നീങ്ങി എന്നെ ശല്യം ചെയ്യാണ്ടിരുന്നാ മതി. ദേഷ്യമാണോ? അല്ല, ഭയങ്കര സന്തോഷമാ. തോന്നുന്നുണ്ടോ? എനിക്കൂടെ ഒരു ചായ തരുമോ? ചായ വേണോ? കപ്പ് തേയിരിക്കുന്നു, ചായ ഇതിനകത്ത് ബാക്കി ഉണ്ടാവും. അത് ഒഴിക്കുക, കുടിക്കുക. വേറെ പണിയൊന്നുമില്ലല്ലോ. കിണുങ്ങാ നന്നേ. ദേഷ്യപ്പെടുമ്പോ ഭയങ്കര രസാ കാണാൻ. താൻ എന്തിനീ പൂതുന്നേ? പൂത്ത് വന്നില്ല. ഓ കഷ്ടം. ആ അരിപ്പൊന്നും എടുത്തന്നെ. തരാം, തുടച്ചിട്ട് തരാം. എടോ, അതൊക്കെ കഴുകി വെച്ചേക്കുവാ. തുടച്ച് വെള്ളമയം. ഓ മൂക്കത്തെ ചുണ്ടി. എന്തിനിപ്പനെ നുള്ളിയത്? ചായ എടുത്ത് കുടിച്ചോ കേട്ടാ. നിന്നെ കൊണ്ടേ ഞാൻ പോകും. സമാധാനപ്പെടും മോളെ. എന്താടാ എഴുത്തൊക്കെ? എഴുത്തിനെ പറ്റി ഒന്നും പറയല്ലേ, ഒന്നും ആയില്ല. നീയല്ല പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ എഴുതി തീർക്കുന്നു. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആ റൂമിൽ വന്ന പുതിയ പെങ്കൊച്ചുണ്ടല്ലോ, മുംതാസ്, എന്നെ എഴുതാനേ വിടുന്നുണ്ടായിരുന്നില്ല. അവളെന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്നാ? എടാ, 24 മണിക്കൂർ ഇങ്ങനെ ബളബള സംസാരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക. പിന്നെ ആ പെങ്കൊച്ചിന് എന്തോ ഒരു അസുഖം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അസുഖോ? എന്താ അസുഖം? എന്ത്? അതങ്ങനെ അസുഖമൊന്നും? അയ്യോ, ഞാനങ്ങനെ ഇതായി പറഞ്ഞല്ല. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക മുട്ടല് വളക്കലൊക്കെയാ. അങ്ങ് തോണ്ടാ പിടിക്കുക. ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. അതൊരു ഇറിറ്റേറ്റിംഗ് ആവുവാടാ. എടാ, തന്നെ കണ്ടപ്പോ ഒന്ന് തൊടാൻ തോന്നിക്കാണും, അത്രയല്ലേ ഉള്ളൂ. എനിക്കെന്താ? എന്നാ എനിക്ക് ആ തോന്നൽ അങ്ങ് ഇഷ്ടമല്ല. ഓയ് മുംതാസ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെ സുഖമാണോ? ഓ, എനിക്ക് എപ്പോഴും സുഖമുണ്ട്. ഞാൻ എന്താ പരിപാടി? കണ്ടില്ലേ, ചായ ഇട്ടോണ്ടിരിക്കുക. കൊള്ളാലോ, നല്ല ചായ ആണല്ലോ. എന്താ പിന്നെ ചാരുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എങ്ങനത്തെ? ഇങ്ങനത്തെ കൈവിട്. പക്ഷെ എനിക്കിഷ്ടമാണ്. തനിക്കിഷ്ടമാണെങ്കിൽ നമുക്ക് പൊളിക്കാം. എന്താടോ? കൈയെടുത്തേ, കൈയെടുക്ക്. ഞാനൊരു തീരുമാനം പറയണോ? ഈ തീരുമാനമാവും. കൈയെടുക്ക്. പോയേ പോ. അവളൊക്കെ നടന്നപ്പോൾ അവൾക്ക് വളയാൻ വയ്യ. ഇപ്പോൾ എങ്ങനെ ടൂൺ ചെയ്യാൻ പറ്റും? എത്രയും പെട്ടെന്ന് റിജക്ട് സംഘടിപ്പിച്ചാൽ പറ്റുമോ?